നമ്മുടെ ആനയില്ലേ കാട്ടനാത്തോട്ടൂരിയെ പുതുപ്പള്ളി സാധു അദ്ദേഹത്തിനെ കണ്ടെത്തി. ആനയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് ഭൂതത്താൻകെട്ടിൽ കൊണ്ടുവന്ന ഈ ആന മറ്റൊരു ആനയുമായിട്ട് ഇടഞ്ഞു, മുടയുണ്ടായി, ആന ഏറ്റുമുട്ടി. അതിൽ ഒരു നാട്ടാന കാട്ടിലേക്ക് കയറിപ്പോയി. ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയി ആനയെ ഇതുവരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. അത് രാവിലെ തന്നെ വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിവരം. നമുക്കൊരു കാര്യം ചെയ്യാം, ഭൂതത്താൻകെട്ടിൽ എബിൻ ജോസ് ഉണ്ട്. എബിൻ ജോസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. എബിൻ ജോസ്, ആന അധികം കാട്ടിലേക്ക് കയറി പോയിട്ടില്ല എന്ന് വനംവകുപ്പ് വിശ്വസിക്കുന്നു. ആനപ്രേമി സംഘവും തെരച്ചിലിന് ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പുതുപ്പള്ളി സാധു ആണോ? പറയൂ. SKN സാധുവിനെ കണ്ടെത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് വനപാലകരുടെയും അതുപോലെ തന്നെ ആനപ്രേമി സംഘത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ഉൾക്കാട്ടിൽ നടക്കുന്നത്. ഏകദേശം 50 പേരടങ്ങുന്ന സംഘമാണ് ഇതിനോടകം തന്നെ തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു അപ്ഡേറ്റ് ഉണ്ടായത് ഈ ആന കയറിപ്പോയ സ്ഥലത്ത് കാൽപ്പാടുകൾ കണ്ടു എന്നുള്ളതാണ്. ഈ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആന അധികം ഉൾക്കാട്ടിലേക്ക് കയറി പോയിട്ടില്ല എന്നുള്ള നിഗമനം തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ സാധുവിനെ കാടിറക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പോയ സംഘമൊക്കെ ഉൾക്കാട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ അവർ മൊബൈൽ റേഞ്ചുള്ള സ്ഥലമല്ല. ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വയർലെസ് വഴി ലഭിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് പങ്കുവെക്കാൻ പറ്റുള്ളൂ. നമുക്കാർക്കും ഉൾക്കാട്ടിലേക്ക് കയറി പോകാനുള്ള അനുവാദമില്ല, വിഷലെടുക്കാനുള്ള അനുവാദവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ആനയെ കൊണ്ടുവന്ന വാഹനവും ഈ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആ റോഡിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാപ്പാന്മാരും പോയിട്ടുണ്ട്, വിദഗ്ധരായ പാപ്പാന്മാരും എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അല്പം പിണങ്ങി നിൽക്കുകയാണ് സാധു. അതുകൊണ്ട് തന്നെ അനുനയിപ്പിച്ച് പുറത്തേക്ക് എത്തിച്ച് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ശുഭാപ്തി പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വനപാലകർ പോകുന്നത്. ആന ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് ഈ കാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. എബിൻ ജോസാണ് ഭൂതത്താൻകെട്ടിൽ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ആനയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ. പുതുപ്പള്ളി സാധു അവിടെ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും, കണ്ടുപിടിക്കാം.